ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഈ വിജയം. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു തരത്തിലൊരു തിരിച്ചറിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ലഭിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതറ്റം വരെയും CPM-ഉം BJP-യും പോകും. ഒരു ഘട്ടത്തിൽ അവരത് ഒരുമിച്ച് നിർവഹിക്കും. എക്സ്പ്ലനേഷൻ കൂടാതെ അവർ എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഞങ്ങൾക്ക് പണ്ടൊക്കെ ഇത് വിശദീകരിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി. എത്രയേറെ ആരോപണങ്ങൾ, വിവാദങ്ങൾ, കത്ത്, പെട്ടി, വ്യാജ വോട്ട്, ഏറ്റവും ഒടുവിൽ വിഭാഗീയമായി സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യം, പത്രപരസ്യം, അതിന് നൽകിയ വ്യാഖ്യാനം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും 4000-നടുത്ത് വോട്ട് ഭൂരിപക്ഷം നേടി നിർണായകമായ ആധികാരികമായ ഒരു വിജയം നേടിയത്. ഇത് മതേതര കേരളത്തിൻ്റെ വിജയമാണ്. ജനങ്ങളെ ഏതെല്ലാം രൂപത്തിൽ വർഗീയമായി ഭിന്നിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് ജയിച്ചാൽ മതി, കേരളം എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് കരുതിയ ആളുകൾക്ക് പാലക്കാടിൻ്റെ മതേതര മനസ്സ്, അതുപോലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഉണ്ട്. വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് MP രാജേഷിനോടും K സുരേന്ദ്രനോടും അതുപോലെ ഇത്തരം കാര്യങ്ങൾ. അപ്പം അതിന് കൂട്ടു നിൽക്കാത്ത ആളുകൾ ആ പാർട്ടികളിൽ തന്നെയുണ്ട്. ഞാൻ അതുകൊണ്ട് അവരുടെ പേരുകൾ പറയുന്നില്ല. ഇത്തരം വിലകറഞ്ഞ രൂപത്തിൽ ഇലക്ഷനെ നയിച്ച് നാണം കെട്ട് തോറ്റ്. അതുകൊണ്ട് ഇത് പാലക്കാടിൻ്റെ മതേതര മനസ്സിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്.